നിങ്ങൾ യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാനായിട്ട് തയ്യാറെടുക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ 23rd May വന്നേക്കണ ഈ 4 അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 2024 തൊട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് റീസെർച്ച് പ്രോഗ്രാമിലൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് PhD അല്ലെങ്കിൽ റീസെർച്ച് ലെഡ് ഗ്രാജുവേഷനിലൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ട് സ്വിച്ച് ചെയ്ത് വർക്ക് വിസയിലേക്ക് പോകുന്നുണ്ട്. അതായത് Tier 4 നിന്ന് Tier 2ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി തൊട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഒരു വർക്ക് വിസയിലേക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫണ്ട്സിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത് സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും ഡിപ്പെൻഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ റിക്വയർമെൻറ്റ് അവർ റിവ്യൂ ചെയ്യും. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഏജൻസിൻ്റെ കാര്യത്തിലാണ് അവർ സ്ട്രിക്റ്റ് ആക്കാൻ പോണത്. അതായത് തെറ്റായ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷണൽ ഏജൻസ് എഡ്യൂക്കേഷൻ സെല്ല് ചെയ്യണതിന് വരെ ഇമിഗ്രേഷനാണ് സെല്ല് ചെയ്യണമെന്നൊരു ചീത്തപ്പേര് വന്നിട്ടുണ്ട്. അപ്പം അതിനെതിരെയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ വരും ഉടനെ തന്നെ. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് gov.uk വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള UK അപ്ഡേറ്റ്സിന് വേണ്ടി പേജ് ഫോളോ ചെയ്യാം.